ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാതെ പോകരുത് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ബാഡ് ന്യൂസുകളാണ് അല്ലേ കേൾക്കുന്നത്. കുട്ടികളെ കൊല്ലുക, അല്ലെങ്കിൽ പെൺകുട്ടികളെ പിച്ച് ചീന്തുക, ക്രൂരമായിട്ട് കൊലപ്പെടുത്തുക, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇതൊന്ന് കേട്ടോ നിങ്ങൾ, നല്ലവരായിട്ടുള്ള ഒത്തിരി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. കൊച്ചിയിലേക്ക് പോകാനുള്ള ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം ഒരു ചേട്ടന് ബസ് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ച് നമ്മൾ ഒറ്റക്കാണോ എന്നൊക്കെ. അറിയാത്ത ആളല്ല, ഞാൻ ഓവർ സംസാരിച്ചില്ല. സമയം 10 മണി, ഞാൻ ഇവിടെ കൊല്ലത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. ഞാൻ ഒറ്റക്കാണ്, ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. സോ ഞാൻ കൊച്ചിയിലേക്ക് പോകാനുള്ള ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം ഒരു ചേട്ടന് ബസ് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ച് മോൾ ഒറ്റക്കാണോ എന്നൊക്കെ. അറിയാത്ത ആളല്ല, ഞാൻ ഓവർ സംസാരിച്ചില്ല. ആ ഒറ്റക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാകുന്നത്. അങ്ങനെ ആ ചേട്ടന് ഇവിടെ കുറേ സമയം എൻ്റെ അടുത്ത് ഇങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ച ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം മുട്ടിനോട് പറയാണ്, എന്നാൽ ഞാൻ പോട്ടെ മോളെ, ആരെങ്കിലൊക്കെ വരും കൂടെ, അവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി ആരെങ്കിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് പറഞ്ഞു മോളെ പ്രായത്തിലുള്ള മക്കൾ എനിക്കുണ്ട്, അപ്പം മോളിവിടെ സേഫ് ആണോ നോക്കേണ്ടത് എൻ്റെ കടമ എന്ന് പറഞ്ഞു. ബസ് സ്റ്റോപ്പിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ 2 ചേട്ടന്മാര് കിടക്കുന്നുണ്ട്. നല്ല പുരുഷന്മാരുണ്ടെന്ന് പറയില്ലേ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സത്യം പറഞ്ഞാൽ ഈ ചേട്ടൻ. എനിക്ക് ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ഐ ഫെൽ സോ ഹാപ്പി. അപ്പൊ ഈ സഹോദരി പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തില് ഒരു പെർസെൻറ്റേജ് നല്ലവരായ ആളുകൾ ഉണ്ട് കേട്ടോ. അവരെ ആ ഒരു തട്ടിലേക്ക് കാണരുത്, നല്ലവരായിട്ട് തന്നെ കാണുക അല്ലേ.